ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോൾ മീ ഷസം. പുള്ളിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ടെക് റിവ്യൂവർ ആണ്, സിനിമകളുടെ റിവ്യൂ ചെയ്യുന്ന വ്യക്തിയാണ്. ഇപ്പൊ എന്തുകൊണ്ട് പുള്ളിയുടെ പേര് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് ഇവൻ ജിഹാദിയാണ്, ഇവൻ സുഡാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ പോസ്റ്റുകൾ ഇങ്ങനെ കറങ്ങുന്നത് കണ്ടു. സംഭവം വേറൊന്നുമല്ല, പുള്ളിയുടെ ദുരന്തർ റിവ്യൂ കേട്ടിട്ടാണ് ഈ പോസ്റ്റുകളൊക്കെ വരുന്നത്. പക്ഷേ ഇതിന്റെ ഒന്നും തുടക്കം ഇവിടുന്നല്ല. ഇവിടുന്നാണ്, ആരിഫ് ഹുസൈന്റെ വീഡിയോയിൽ നിന്നാണ് പുള്ളിയെ ജിഹാദി സുഡാപ്പി എന്നുള്ള വിളിയുടെ തുടക്കം. വായിലെന്താ പഴമോ എന്ന് പറഞ്ഞ് ഷസമിന്റെ ഫോട്ടോ, അതുപോലെ തന്നെ ഷെയ്ൻ നിഗത്തിന്റെ ഒക്കെ ഫോട്ടോ വെച്ച് ആരിഫ് ഹുസൈൻ ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ ഞാൻ നോക്കാം ആദ്യം. അതേപോലെ ചില ആൾ ഇപ്പോൾ കോൾ മീ ഷസാം എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഒരു ടെക് റിവ്യൂ ഒക്കെ നടത്തുന്ന ആളുണ്ട്. പുള്ളിയുടെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടു. ഇറാനിൽ ഈ പറയുന്ന കുട്ടികൾക്ക് നേരെ അക്രമം ഉണ്ടായി, ഇറാനിൽ ബോംബിട്ടു, സ്കൂളുകളിൽ ബോംബിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്ത കണ്ടിട്ട് പൊട്ടിത്തെറിച്ചിട്ടാണ് ആൾ പറയുന്നത് എന്ത് തണ്ടികളാണെന്നൊക്കെ പറഞ്ഞ് വലിയ രോഷം കൊള്ളുന്ന ആ ഷസാമിൻ്റെ ശബ്ദം ഈ നൈജീരിയയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടോ, അതല്ലെങ്കിൽ ഉക്രൈനിൽ കൊല്ലപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടോ, അതുമല്ല ഇപ്പോൾ ഇവിടെ ഹോസ്പിറ്റൽ ആക്രമിക്കപ്പെട്ടപ്പോൾ അതിനകത്ത് കൊല്ലപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടോ ഉയർന്നതോ പോട്ടെ, ഒരു ചെറിയ ഞെരുക്കമെങ്കിലും നമ്മൾ കേൾക്കുന്നുണ്ടോ? ഇല്ല. അവിടെയും എത്ര വലിയ ടെക് യൂട്യൂബർ ആയാലും ശരി, എത്ര വലിയ പുരോഗമനം പറയുന്ന ആളായാലും ശരി, ഈ ജിഹാദി തരം ഈ ഒരു വിക്ടിം കാർഡിനകത്ത് പെട്ടുപോകുന്ന അവസ്ഥ, ഈ മതം കൊടുക്കുന്ന ഈ ജൂതവിരുദ്ധതയിലൊക്കെ പെട്ടുപോകുന്ന അവസ്ഥ, അത് ഏത് വലിയ കൊലകൊമ്പൻ യൂട്യൂബർ ആയാലും ഇതുപോലുള്ള ആളുകളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നു, ഒരു നീലക്കുറുക്കനായിട്ട് അവിടെ കിടക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അതൊരു അമേരിക്കൻ വിരുദ്ധതയായിട്ടോ അതല്ലെങ്കിൽ ഒരു ജൂതവിരുദ്ധതയായിട്ടോ ഒക്കെ ഉറങ്ങിക്കിടക്കുന്നത്, അല്ലെങ്കിൽ അതിങ്ങനെ ആവശ്യാനുസരണം അത് പൊക്കിയെടുക്കുന്നത്, അത് വളരെ നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. അതല്ല, നിങ്ങൾക്കിതെല്ലാം അണപൊട്ടുന്നത് നിങ്ങളുടെ അതിമാനുഷികമായ ഇത്തരത്തിലുള്ള മാനവിക ബോധത്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിൽ അത് എവിടെ കുട്ടികൾ കൊല്ലപ്പെടുമ്പോഴും ഉണ്ടാവണ്ടേ? അത് കാണാത്തതുകൊണ്ടാണ് നമ്മളിത് ചോദിക്കുന്നത്. നിങ്ങൾക്കത് പുറപ്പെടുവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല, ഒരു ഞെരുക്കം പോലും കേൾക്കുന്നില്ല എന്നുള്ളിടത്താണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. പിന്നെ നമുക്കറിയാം, നമ്മുടെ ഷെയ്ൻ നിഗം എൻ്റെ കണ്ണ് അവിടെ റാഫേലേക്ക് കൊടുത്തു, അത് ദാനം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിരുന്ന ആളാണ്. ഇതേ ഷെയ്ൻ നിഗമത്തിൻ്റെ ഏതെങ്കിലും ശബ്ദമോ ഏതെങ്കിലും പോസ്റ്റോ ഈ തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടോ? ഉക്രൈനിലെ കുട്ടികൾക്കോ അതല്ലെങ്കിൽ നൈജീരിയയിലെ കുട്ടികൾക്കോ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇതാണ് ആരിഫ് ഹുസൈന്റെ വീഡിയോയിൽ ഷസമിനെ പറ്റിയും അതുപോലെ ഷെയ്ൻ നിഗത്തെ പറ്റി പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ്. പുള്ളി ഇത് പറഞ്ഞതിന് ശേഷം വീഡിയോ അടി വന്ന കമന്റ്സ് ഞാനൊന്ന് വായിക്കാം. ഷസം ഒരു സുഡാപ്പിയാണ് എന്ന് 1 വർഷം മുന്നേ തോന്നി തുടങ്ങിയെന്നും താങ്ക്സ് ഫോർ എക്സ്പോസിംഗ് ഹിം. ഷസം ഒന്നാം തരം സുഡാപ്പിയാണ്, അവന്റെ വൺ സൈഡ് മതേതരത്വം ആണ്. സുഡാപ്പി ഷസാമിന്റെ ദുരന്തർ റിവ്യൂ കണ്ടവരുണ്ടോ? ഷസാം ബിഗ്ഗസ്റ്റ് ഹിപ്പോക്രൈറ്റ്. ഹിസ് ടെക് വീഡിയോസ് ആർ മോസ്റ്റ്ലി ആന്റി ഗവൺമെന്റ്. ടെക് വീഡിയോസ് എങ്ങനെയാ ആന്റി ഗവൺമെന്റ് ആവുന്നത്? ആന്റി മോദി. ടെക് വീഡിയോയിൽ എവിടെടാ മോദി? ആന്റി ഹിന്ദുത്വ. ഇതിനകത്ത് എവിടെടാ മോനെ ടെക് വീഡിയോ കയറി വരുന്നത്? മൊബൈലിനകത്ത് ഹിന്ദുക്കളുടെ മൊബൈല്, മുസ്ലിങ്ങളുടെ മൊബൈല് അങ്ങനെയൊക്കെ പറഞ്ഞുണ്ടോ? അതോ മോദിയുടെ പടം വെച്ച് എന്നാണ് മൊബൈലിലേക്ക് ഇറക്കി തുടങ്ങിയത്? ഇങ്ങനെ പോകുന്നു ഗൈസ്. കമന്റ് സെക്ഷനിൽ ഷസാബിനെ പിടിച്ചങ്ങ് സുഡാപ്പിയാക്കി. ആരിഫ് ഹുസൈൻ പറഞ്ഞ കാര്യത്തിനോട് എനിക്ക് വിയോജിപ്പൊന്നുമില്ല. എവിടെ കുട്ടികൾ മരിച്ചു കഴിഞ്ഞാലും നമുക്ക് ഒരേ വികാരം വരേണ്ടതാണ്. അതിപ്പം നൈജീരിയയിലാണെങ്കിലും അഫ്ഗാനിലാണെങ്കിലും ഇറാനിലാണെങ്കിലും എവിടെ ആണെങ്കിലും കുട്ടികൾ തന്നെയാണ്. അവിടെ എല്ലായിടത്തും മരിക്കുന്ന സമയത്ത് നമുക്ക് അതേ വികാരം വരേണ്ടതാണ്. എനിക്കിവിടെ തോന്നിയൊരു കാര്യം ഞാൻ പറയാം. ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടെ ജിയോ പൊളിറ്റിക്സ് അരച്ചു കലക്കി കുടിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ പുള്ളി ടെക് റിവ്യൂ അല്ലെങ്കിൽ സിനിമ റിവ്യൂ അല്ല ചെയ്യുന്നത്. പുള്ളി കൂടുതൽ വായിക്കുന്നതും സംസാരിക്കുന്നതും ഇതേപ്പറ്റിയാണ്. അപ്പൊ സാധാരണ ഒരു ടെക് റിവ്യൂവറിനേക്കാൾ കൂടുതൽ അറിവ് എന്താണെങ്കിലും ആരിഫ് ഹുസൈൻ ഉണ്ടാവും. കറണ്ട് അഫയേഴ്സും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയും കൂടുതൽ കാര്യങ്ങൾ ഷസമിനേക്കാളും ആരിഫ് ഹുസൈൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു ഷസമിന്റെ അറിവുകൾ പരിമിതിയുണ്ട് വെൻ കമ്പയർഡ് ടു ആരിഫ് ഹുസൈൻ. ഇപ്പൊ ഇറാനിൽ ബോംബിട്ട് മറ്റേ കുട്ടികളെ കൊല്ലുന്നു, അത് വലിയൊരു വാർത്തയാണ്. അതെല്ലാം മെയിൻ സ്ട്രീം മാധ്യമങ്ങളും ചർച്ച ചെയ്തതാണ്. ഇൻസ്റ്റയിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും എല്ലാ സോഷ്യൽ മീഡിയയിലും കണ്ടതാണ്. ഇവിടെ എല്ലാവരും ഈ പറയുന്ന പോലെ ന്യൂസ് ഫോളോ ചെയ്യുന്നവരോ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് അറിയുന്നവരൊന്നും ആയിരിക്കത്തില്ല. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ കൂടുതൽ ആൾക്കാരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നത് ഏതെങ്കിലും ഇൻസ്റ്റാ റീലിൽ കൂടെ, ഇൻസ്റ്റാ പോസ്റ്റിൽ കൂടെ ഒക്കെ ആയിരിക്കാം. ഇറാനിൽ ഈ പറയുന്ന കുട്ടികൾക്ക് നേരെ അക്രമം ഉണ്ടായി, ഇറാനിൽ ബോംബിട്ടു, സ്കൂളുകളിൽ ബോംബിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്ത കണ്ടിട്ട് പൊട്ടിത്തെറിച്ചിട്ടാണ് ആൾ പറയുന്നത് എന്ത് തണ്ടികളാണെന്നൊക്കെ പറഞ്ഞ് വലിയ രോഷം കൊള്ളുന്ന ആ ഷസാമിനെ. ഇറാനിലെ കുട്ടികൾ മരിച്ചപ്പോൾ രോക്ഷം കണ്ടു. അതിന്റെ അർത്ഥം നൈജീരിയയിലോ അഫ്ഗാനിസ്ഥാനിലെ കുട്ടികൾ മരിച്ചോട്ടെ എന്നല്ല. അവിടെ കുട്ടികൾ മരിക്കുന്നൊന്നും ഇവിടെ വലിയൊരു വാർത്തയായിട്ട് വന്നിട്ടുണ്ടാവില്ല. ഒരു ടെക് റിവ്യൂവർ ആയിട്ടുള്ള ശാസം ചിലപ്പോൾ അത് കേട്ടിട്ടുണ്ടാവത്തില്ല. എത്ര ന്യൂസ് ചാനൽസ് അല്ലെങ്കിൽ എത്ര മാധ്യമങ്ങളുടെ പ്രൈം ഹെഡ്ലൈൻ ആയിട്ട് ഈ പറയുന്ന ഇൻസിഡൻസ് ഒക്കെ വന്നിട്ടുണ്ടാവും. കുട്ടികളെന്നല്ല, ആര് മരിച്ചാലും ഏത് യുദ്ധത്തിനെ ആണെങ്കിലും
ആരും ഇവിടെ സപ്പോർട്ട് ചെയ്തില്ല. സോ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ആ ഒരു വാർത്ത കണ്ടു, ഓക്കെ ഇത് തോന്നിയവാസമാണെന്ന് തോന്നി, പുള്ളി റിയാക്ട് ചെയ്തു. അതിന്റെ അപ്പുറത്തൊരു മതം അതിനകത്ത് കലർത്തേണ്ട ആവശ്യമുണ്ടെന്ന് അല്ലെങ്കിൽ പുള്ളിയെ സുഡാപ്പിയാക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കഴിഞ്ഞപ്പോഴാണ് ദുരന്തർ റിലീസ് ആവുന്നത്. ദുരന്തർ സിനിമയുടെ റിവ്യൂ ശസം പറഞ്ഞു. ആ ഒരു റിവ്യൂ കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ശസമിനെ കൺഫേം ഇവനൊരു സുഡാപ്പിയാണ് എന്നുള്ള തരത്തിൽ അങ്ങ് മുദ്രകുത്തി. ആ റിവ്യൂ ഞാനൊന്ന് വെക്കാം. പോകുന്ന ഒരു ഇന്ത്യൻ സ്പൈ ഈ പടത്തിൽ അതുപോലെ എഴുതി കാണിക്കുന്നില്ല. ദിസ് ഇസ് കംപ്ലീറ്റ് ഫിക്ഷൻ. നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി. നമ്മളെ നാട്ടിൽ നിന്ന് ഒരു പാകിസ്ഥാനിലോട്ട് പോകുന്ന ഒരു ഇന്ത്യൻ സ്പൈ, അവൻ കണ്ടുപിടിക്കുന്ന കുറെ കാര്യങ്ങളും സംഭവം. പിന്നെ ഈ ആദ്യത്തെ എന്ന് പറയുന്നത് BJPയുടെ കോല കൊമ്പ ഫാനാണ് അവൻ, അതായത് മോദിയുടെയും ടീമിൻ്റെയും. അപ്പോൾ പിന്നെ അവരെ സൂപ്പർ എന്ന് പറഞ്ഞ് ഈ സിനിമ ഇറക്കത്തുള്ളൂ. നിങ്ങൾ അല്ലാന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പടത്തിലൊരു സ്പൈ ഉണ്ട്. പുള്ളി 45 വർഷമായിട്ട് അവിടെ ഉണ്ട്. അങ്ങേര് പോയത് ഈ പറയുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത്. രൺവീർ സിംഗിനെ അങ്ങോട്ട് വിടുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത്. അതായത് ഈ പറയുന്ന ഓപ്പറേഷൻ ഓക്കെ അടിക്കുന്നത് ആ ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കാതെ ഈ വന്നിരുന്ന ഇങ്ങനെയാണല്ലോ ഡീമോണിറ്റൈസേഷൻ അങ്ങനെയാണല്ലോ എന്നൊക്കെ പറയണേ കാട്ടിൽ സിനിമയായിട്ട് കണ്ടിട്ട് ഇത് ഫിക്ഷനാണ്, കംപ്ലീറ്റ് ഫിക്ഷൻ. ഞാൻ പറയില്ല ഇത് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, നമ്മളത്തെ മറ്റേ ന്യൂസ് ആർട്ടിക്കിൾസിൽ നിന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പടം അങ്ങനെയാണ്, അത് അങ്ങനെയാണെന്ന് നമുക്ക് പറയും. ഇത് അതുപോലും വേണ്ട. ഇത് ആ പാവപ്പെട്ടവൻ ഒരു BJP ഫാൻ. നിങ്ങൾ ലാലേട്ടൻ ഫാനിൻ്റെ ഡയറക്ടറിൻ്റെ സിനിമ കാണാറില്ലേ? മറ്റേ രജനീകാന്ത് ഇവരെയൊക്കെ മറ്റേ ഫാൻ ഭയാനകം ഇവര് അങ്ങനെ അവർ നല്ലതേ കാണിക്കൂ. ഏവൻ BJPയുടെ ഫാനാണ്. സോ ശസം ഇവിടെ പറയുന്നത് ഇതൊരു സിനിമയായിട്ട് കണ്ടാൽ മതി, ഇതൊരു കംപ്ലീറ്റ് ഫിക്ഷണൽ സ്റ്റോറിയാണ്, ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി പോലും അല്ല. ആ തരത്തിലാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഈ മൂവി അങ്ങനെയല്ല. ഇതിന്റെ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി, കുറച്ച് ഫിക്ഷൻ, ഈ രീതിയിലാണ് ഈ സാധനം പണി വെച്ചേക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ട് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം, നിങ്ങൾ ബാക്കിയോടെ കേൾക്കുക. ഡയറക്ടർ അവൻ നല്ല വൃത്തിക്ക് പടം എടുത്ത് വെച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ എല്ലാ മനുഷ്യർക്കും എന്റർടൈൻ ആവാനും. ഇതെല്ലാം എന്താ അതുമല്ല, പ്രൈം മിനിസ്റ്റർ, നമ്മുടെ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററിനെ പൊക്കി അടിച്ചിട്ടല്ലേ അയാൾ സിനിമ ഇറക്കിയത്, അല്ലാതെ വേറെ ഒന്നും അല്ലല്ലോ. ഞാൻ പറയും ഇത് അത്രേ ഉള്ളൂ. അവര് പറയുന്നത് പോലെ എന്തൊന്നും നമ്മൾ കയറി അടിക്കുന്ന ഗവൺമെന്റ് ഉള്ള ആൾക്കാരാണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവർ ഇതിൽ കാണുന്നത് സെൽമൻ. അതാണ് പറഞ്ഞത്. ഈവൻ ഇതിൽ ഭയാനകമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ നമുക്ക് പറയാം. പക്ഷെ അതും പറയാൻ പറ്റും. ഇത് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറിയേ അല്ല. ഇതിൽ കാണിച്ചിരിക്കുന്ന കുറെ പേരൊക്കെ ഉണ്ട്, അവരൊക്കെ ജീവനോടുണ്ടോയെന്ന് പോലും ഇവിടെ ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്ന ഒരു ഇന്ത്യൻ ഇന്റലിജൻസിൽ ഒരാൾ വിളിച്ചിട്ട് ഇതിന്റെ ഡയറക്ടറിനെ വിളിച്ചത് ഇതൊക്കെയാണ് കഥ, അടിച്ച് ഇറക്കി സിനിമ ആക്കിക്കോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കും. പക്ഷെ കുറെ പേര് ഇതാണ് സത്യം എന്ന് പറഞ്ഞ് എടുക്കും. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് അവരെ കാര്യമാണ്. പിന്നെ ഇതിന് ഈ പറയുന്ന ഗവൺമെന്റിന്റെ ഹാർഡ് കോർ ഫാൻസ് ഈ സിനിമ അവരെ ഒരു വേറെ ലെവൽ രീതിയിൽ പ്രൊമോഷനും കാര്യങ്ങളും ചെയ്ത് അതൊന്നും ചെയ്യാൻ പറ്റൂല. ഒരു സിനിമ എന്നുള്ള രീതിയിൽ 4 മണിക്കൂർ പോയത് ഞാൻ അറിഞ്ഞില്ല. അത്ര എനിക്ക് പറയാം, അത്ര ഗംഭീര ഡയറക്ഷൻ. ഈ സിനിമ ദുബായിലില്ലായിട്ട് അവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് കേരളത്തിൽ വന്ന് കണ്ടിട്ട് പറഞ്ഞ റിവ്യൂ ആണ്. പുള്ളി സിനിമ കിടിലം എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അതിനകത്തോട്ട് ഈ BJP പ്രൊപ്പഗണ്ട വന്നപ്പോൾ അത് എടുത്ത് പറഞ്ഞു എന്ന് മാത്രം. ഞാനും എൻ്റെ ഫസ്റ്റ് റിവ്യൂവിൽ ഇതൊരു പ്രൊപ്പഗണ്ട മൂവി, BJPയെ തൂക്കി അടിച്ചു വെച്ചേക്കാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. പക്ഷെ ഇവിടെ ശസം ഇത് പറയുന്ന സമയത്ത് എന്തുകൊണ്ട് പുള്ളിയെ സുഡാപ്പിയാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി ഒരു മുസ്ലിമാണ്. അതാണ് എൻ്റെ റീസൺ. എന്നാൽ ശസം ഇവിടെ പറഞ്ഞേക്കുന്ന എല്ലാ കാര്യത്തിലൂടെയും ഞാൻ യോജിക്കുന്നില്ല. ഇതൊരു ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിയേ അല്ല എന്നാണ് ഇവിടെ പുള്ളി പറയുന്നത്. പക്ഷെ അങ്ങനല്ല, കുറെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സത്യമുണ്ട്. ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന, നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കംപ്ലീറ്റ്ലി അങ്ങ് റിയൽ ആണ്. ഇതിവിടെ ഇങ്ങനെ തന്നെയാണ്. മോദിയാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. മോദിയാണ് നമ്മുടെ ഇന്ത്യയുടെ സേവിയർ, ഇന്ത്യയുടെ രക്ഷകൻ എന്നുള്ള തരത്തിൽ ഒരു നറേഷൻ പോകുന്നുണ്ട്. വേറെ ഒരു ടീം ഇതിനെ പൊളിച്ച് എഴുതാൻ വേണ്ടിയിട്ട് ഇവൻ BJP സാധനം, പ്രൊപ്പഗണ്ട ആദിത്യദാർ, അവൻ മോദിയെ വെച്ചിട്ട് മോദിയെ ഇലക്ഷൻ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പടം എടുത്ത് വെച്ചേക്കുന്നു എന്നും പറഞ്ഞിട്ട് ധ്രുവ് റാത്തിയുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ, അങ്ങനെയുള്ള കുറെ ടീംസ് ഇതിനെതിരെ ഇറങ്ങിയിരിക്കുന്നു. എന്താണെങ്കിലും ധ്രുവ് റാത്തി ഈ ഒരു സിനിമയ്ക്ക് അഗനിസ്റ്റ് ആയിട്ട് വരും. എങ്ങനെയാണ് പ്രൊപ്പഗണ്ട വർക്ക് ആവുന്നത് എന്നും പറഞ്ഞിട്ട് പുള്ളി വരും. ആ വീഡിയോക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഈ ഒരു കാര്യം പറഞ്ഞതിന് ശേഷമാണ് ശസമിന് സൈബർ അറ്റാക്കിംഗ് വരുന്നത്. കുറച്ചധികം വീഡിയോസ് ആൻഡ് പോസ്റ്റ് ഞാൻ ഇൻസ്റ്റയിൽ FB-ലായിട്ടും കണ്ടു, ഇവൻ സുഡാപ്പിയാണെന്നുള്ള രീതിയിൽ. പുള്ളിക്ക് ഇവിടെയും പറ്റിയത് ഈ അറിവില്ലായ്മയാണ്. നമ്മളൊരു സിനിമ കാണാൻ പോകുമ്പോൾ ആ ഒരു കംപ്ലീറ്റ് ഇൻസിഡന്റും അറിഞ്ഞു വെച്ചോണ്ടല്ല പോകുന്നത്. ലാസ്റ്റ് ഒരു 10-15 കൊല്ലത്തെ ഇങ്ങനെ നടന്നിട്ടുള്ള സംഭവങ്ങളെല്ലാം അറിയുന്ന ഒരു വ്യക്തി ഈ ഒരു സിനിമ കാണാൻ പോവുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും, ഓക്കെ ഇത് നടന്നിട്ടുള്ള കാര്യങ്ങളാണ്, ഇത് നടന്നിട്ടില്ലാത്ത കാര്യങ്ങളാണ്. ശസം എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് പുള്ളി കാണാൻ ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് വലിയ ധാരണയില്ല ഇതിനകത്ത് ഏതാ ഒറിജിനൽ, ഇതിനകത്ത് ഏതാ നടന്നിട്ടില്ലാത്തത് എന്ന് പുള്ളിക്ക് അറിയില്ല.
അത് വെച്ചിട്ടാണ് പുള്ളി ഈ ഒരു റിവ്യൂ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ അവസ്ഥയും ഏതാണ്ട് അത് തന്നെയായിരുന്നു. ഞാൻ പിന്നീട് സിനിമ കണ്ടിട്ട് വന്ന് ഈ സിനിമയെ പറ്റി ഒന്ന് സ്റ്റഡി ചെയ്തപ്പോഴാണ് ഓക്കെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിനകത്ത് നടന്ന പല ഇൻസിഡൻസ്, പലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെജോറിറ്റി ഓഫ് ഇൻസിഡൻസും റിയൽ ആയിട്ട് സംഭവിച്ചത് തന്നെയാണ്. ഈ റിയൽ ആയിട്ട് സംഭവിച്ച ഇൻസിഡൻസിനെ എല്ലാം കൂടെ ഒരു ഫിക്ഷനും കൂടെ അതിനകത്ത് കുത്തിക്കയറ്റി. എന്നുവെച്ചാൽ ഇത് ഡ്രൈവ് ചെയ്ത് പോകാനൊരു സംഭവം വേണമല്ലോ. ആ ഡ്രൈവിംഗ് ഫോഴ്സ് ആണ് നമ്മുടെ രൺവീർ സിംഗ് ചെയ്ത ക്യാരക്ടർ ഹംസ അലി മസാരി. പുള്ളിയുടെ ആ ഒരു പെർസ്പെക്റ്റീവില് ഈ കംപ്ലീറ്റ് ഇന്ത്യയിൽ ലാസ്റ്റ് ഒരു 10-20 കൊല്ലം നടന്ന ഇൻസിഡൻസിനെ എല്ലാം കൂടെ കണക്ട് ചെയ്ത് ആ ഒരു ത്രെഡ് വെച്ച് ഇങ്ങനെ കണക്ട് ചെയ്ത് ഒരു സിനിമ ആക്കി വെച്ചേക്കുന്നു. ഇതിനൊക്കെ തമ്മിൽ കണക്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ പ്രൂഫ്. പക്ഷെ ഓരോ ഇൻസിഡന്റിലും പ്രൂഫ് ഉണ്ട്, അത് നടന്ന കാര്യങ്ങളാണ്. ഇനി അത് എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ദുരന്തർ സിനിമ കാണാത്തവർ, പ്രത്യേകിച്ച് ദുരന്തർ 2 കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് സ്പോയിലർ ആയിരിക്കും, കംപ്ലീറ്റ് സ്പോയിലർ ആയിരിക്കും. കുറച്ചും കൂടെ കണ്ടവർക്കായിരിക്കും ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ കണക്ട് ആവുന്നത്. ഇനി ആ സിനിമ കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ പ്ലീസ് ഇവിടെ തൊട്ട് സ്കിപ്പ് ചെയ്ത് പോവുക. ഇനി അത് കാണാൻ ആഗ്രഹമില്ല, സംഭവം എന്താണെന്ന് അറിഞ്ഞാൽ മതിയെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കണ്ടോ. ഇനി പറയാൻ പോകുന്നത് ഇതിനകത്ത് നടക്കുന്ന, സിനിമയ്ക്കകത്ത് നടന്നതും റിയൽ ആയിട്ട് നടന്നിട്ടുള്ള റിയൽ ഇൻസിഡൻസിനെ പറ്റിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ സിനിമയുടെ കാസ്റ്റ്. ഇതാണ് കാസ്റ്റ്. അജിത് ഡോവലായിട്ട് അഭിനയിച്ചിരിക്കുന്ന നമ്മുടെ മാധവാണ്. ഇലിയാസ് കശ്മീരി, മേജർ ഇക്ബാൽ എന്നാണ് ഈ ഒരു ക്യാരക്ടറിന്റെ സിനിമയിലെ പേര്. സത്യത്തിൽ ഈ ഒരു ക്യാരക്ടർ അർജുൻ റാംപൽ അവതരിപ്പിച്ച മേജർ ഇക്ബാൽ എന്ന് പറയുന്ന ക്യാരക്ടർ കുറച്ച് പ്രശ്നമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിനെ ആദിത്യദാർ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ആൻഡ് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. റിയൽ ലൈഫുമായിട്ട് ആ ഒരു ക്യാരക്ടറിന് നല്ലൊരു ഡീവിയേഷൻ ഉണ്ട്. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം ആൻഡ് ബാക്കി നമുക്ക് നോക്കാം. 2, എസ് പി അസ്ലം, ചൗധരി അസ്ലം റിയൽ ലൈഫ് ക്യാരക്ടറാണ്. ഇതാണ് റിയൽ ലൈഫിലുള്ള ആള്. ഇതാണ് നമ്മുടെ സിനിമയ്ക്കകത്തെ സഞ്ജയ് ദത്ത്. ഇങ്ങേര് റിയൽ ലൈഫിൽ സഞ്ജയ് ദത്തിന്റെ വലിയൊരു ഫാനായിരുന്നു. എന്താണെങ്കിലും പുള്ളി മരിച്ചതിന് ശേഷം പുള്ളിയുടെ ക്യാരക്ടർ സഞ്ജയ് ദത്താണ് ചെയ്തത്. അതുപോലെ തന്നെ റഹ്മാൻ ഡാക്കൈത്ത്, ഉസൈർ ബലൂച്ച്, ജവാദ് കനാനി, ഹെറ്റ്ലി, അർഷദ് പാപ്പു, സണ്ണി ക്വായ്സ്, പിന്നെ ഈ കാണുന്ന ആൾക്കാർ ആൻഡ് ഇയാളുടെ റിയൽ ലൈഫ് നബീൽ ഗാബോൾ എന്നാണ്. സിനിമയിലോട്ട് വരുമ്പോഴത്തേക്ക് പുള്ളിയുടെ പേര് ജമാൽ ജമീലി, അണ്ണൻ, നമ്മുടെ മെയിൻ മൂത്ത സ്പൈ. അപ്പം ഇതിനകത്തൊരു കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദുരന്തർ 1 ഇറങ്ങിയ സമയത്ത് ഇയാളുടെ ഈ ഒരു ക്യാരക്ടർ കണ്ടിട്ട് പുള്ളി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ദുരന്തർ 2 ഇറങ്ങിയ സമയത്ത് പുള്ളിയുടെ ക്യാരക്ടറിന്റെ ഇന്ത്യൻ സ്പൈ ആയിട്ടാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്ക് പുള്ളി ഭയങ്കര ടെൻഷനായി. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഫിക്ഷൻ ആണ്. അതൊരു സിനിമാറ്റിക് എലമെന്റ് ആ ഒരു എൻഡ് ട്വിസ്റ്റിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. പുള്ളി റിയൽ ലൈഫിൽ സ്പൈ ആണോ? അല്ല. പക്ഷെ നമ്മുടെ ഈ സിനിമയ്ക്കകത്ത് ജമാൽ ജമീലി സ്പൈ ആണ്. അതുപോലെ തന്നെ ഇവർ ആദ്യം ആ വെടികൊണ്ട് ചാവുന്ന, ഫസ്റ്റിനകത്ത് വെടികൊണ്ട് ചാവുന്ന ആ ഒരു സ്ത്രീ, പിന്നെ നമ്മുടെ ഒമർ ഹമീദ്, പുള്ളിയും റിയൽ ലൈഫാണ്. ഇദ്ദേഹം പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പറയാം. പിന്നെ ഈ ഒരു 4 പേരുടെ കാസ്റ്റ് പക്ക കാസ്റ്റ് ആണ്. നമ്മുടെ ബലൂജിന്റെ നേതാവ്, അതുപോലെ തന്നെ ആതിഖ് അഹമ്മദ്, ആ സിനിമയ്ക്കകത്ത് വെടികൊണ്ട് ചാവുന്ന മനുഷ്യൻ, അതുപോലെ തന്നെ റിന്ദ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ നടന്റെ കൂട്ടുകാരൻ, അളിയൻ. പുള്ളിയുടെ സിനിമയ്ക്കകത്തെ പേര് പിന്ത, റിയൽ നെയിം റിന്ദ. അതുപോലെ തന്നെ നവാസ് ഷെരീഫ്. പുള്ളിയുടെ കാസ്റ്റിംഗ് പക്കാണ്. ആൻഡ് ഇത്രയും കാസ്റ്റിംഗ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇതെല്ലാം റിയൽ ലൈഫിൽ നിന്ന് ചൂണ്ടിയെടുത്തേക്കുന്നതാണ്. ഇനി ഇതിനകത്ത് നടന്നിട്ടുള്ള, സിനിമയ്ക്കകത്ത് കാണിച്ചിട്ടുള്ള ഇൻസിഡൻസ് ഓരോ നമുക്ക് നോക്കാം. ജവാദ് കനാനി, സിനിമ കണ്ടിട്ടുള്ളവർക്ക് ആരാണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതിനകത്ത് നോട്ടടിക്കുന്ന ആള്. പുള്ളി ഡൈസ് ആഫ്റ്റർ ഫാളിംഗ് ഫ്രം ബിൽഡിംഗ് ഇൻ കറാച്ചി. സിനിമയ്ക്കകത്ത് രൺവീർ സിംഗിന്റെ കഥാപാത്രം ഇങ്ങനെ ബിൽഡിങ്ങിന്റെ മേളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലുന്നതായിട്ടാണ്. പക്ഷെ റിയൽ ലൈഫിലും പുള്ളി കെട്ടിടത്തിന്റെ മേളിൽ നിന്ന് താഴെ വീണാണ് മരിക്കുന്നത്. ആരാണ് കൊന്നതാണോ സൂയിസൈഡ് ആണോ ഒന്നും അറിയത്തൊന്നുമില്ല. പക്ഷെ സിനിമയ്ക്കകത്തോട് വന്നപ്പോഴത്തേക്ക് അത് അതിന്റെ ഒരു ഫിക്ഷണൽ എലമെന്റ് കയറ്റാൻ വേണ്ടിയിട്ട് പുള്ളിയെ നടൻ കൊന്നു. ആൻഡ് ഇതിനകത്ത് ഇപ്പൊ കണക്ട് ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി മരിച്ചേക്കുന്നത് December 4, 2016. ഡിമോണിറ്റൈസേഷൻ സംഭവിച്ചിരിക്കുന്നത് November 8, 2016. സോ ഒരു 1 മന്തിനുള്ളിൽ പുള്ളി മരിച്ചു. എന്നാൽ ഇതൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു സിനിമയ്ക്കകത്ത് കാണിച്ചൊക്കെ ഡിമോണിറ്റൈസേഷന്റെ റീസൺ ഇതാണെന്നൊക്കെ ആളുകൾ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ SP അസ്ലം, ചൗധരി അസ്ലം, നമ്മുടെ സഞ്ജയ് ദത്ത് അവതരിപ്പിച്ച വ്യക്തി താലിബാൻ ബോംബിങ്ങിൽ മരിച്ചു. അതും റിയൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ സിനിമയ്ക്കകത്ത് സിനിമയുടെ എലമെന്റ് ചേർത്തിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ടെററിസ്റ്റ് ഹു ഹൈജാക്ക്ഡ് എയർ ഇന്ത്യ ഫ്ലൈറ്റ് കിൽഡ് ഇൻ പാകിസ്ഥാൻ, സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുംബൈ അറ്റാക്കിന് കാരണക്കാരനായിട്ടുള്ള അബ്ദുൾ റഹ്മാൻ മാക്കി, ആ സിനിമയുടെ ഏറ്റവും അവസാനം കുറെ ഇങ്ങനെ ഓടിച്ചോടിച്ച് കൊല്ലുന്നതായിട്ട് കാണിക്കത്തില്ലേ, കുറെ അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള മെൻസ് വന്നിട്ട് വെടിവെച്ച് കൊല്ലുന്നവന്മാരെയൊക്കെ. അങ്ങനെ കൊല്ലുന്നതിന്റെ കൂട്ടത്തിൽ കൊല്ലുന്ന ആൾക്കാരാണിത്. അന്നേരം തന്നെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് ഈ വ്യക്തി ഈ ഒരു ഇൻസിഡന്റിന് കാരണക്കാരനായിട്ടുള്ള വ്യക്തിയാണ്. അതിനെ സാധൂകരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഹാഫിസ് അബ്ദുൾ സലാം മുംബൈ അറ്റാക്കിന്റെ മാസ്റ്റർ മൈൻഡ് ആണെന്ന് പറയപ്പെടുന്നു. പുള്ളി കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്ത് കാർഡിയക് അറസ്റ്റ് വന്നിട്ടാണ് മരിക്കുന്നത്.
അതുപോലെ ലക്ഷറി തൈവ ടെററിസ്റ്റ് റഹാനുള്ള നിസ്മണി ഏലിയാസ് അബ്ദുൾ ഷെഫീഖുള്ള ഖാലിദ്, പുള്ളി മരിച്ചിരിക്കാൻ നോക്കണം, വാസ് ഷോട്ട് ഡെഡ് ബൈ അൺഐഡന്റിഫൈഡ് ഗൺമാൻ. നമ്മൾ സിനിമയ്ക്കകത്തോട്ട് വരുവാണെങ്കിൽ ഒരുപാട് ആളുകളെ അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വന്ന് വെടിവെച്ച് കൊല്ലുന്നുണ്ട്. ഇദ്ദേഹവും അങ്ങനെ മരിക്കുന്നതാണ്. പിന്നെ ഒരു അൺഐഡന്റിഫൈഡ് മുംബൈ അറ്റാക്കിന് കാരണക്കാരനായിട്ടുള്ള ഒരുത്തന്റെ കൊല്ല, ഇതും അൺഐഡന്റിഫൈഡ് ആണ്. ഇതും മുംബൈ അറ്റാക്കിന് കാരണക്കാരനായിട്ടുള്ള ആസം കീമ, ഇയാളും മരിക്കുന്നത് അൺഐഡന്റിഫൈഡ് ഗൺമാൻ പാകിസ്ഥാൻ ലാഹോർ വെച്ചിട്ടാണ്. അടുത്തത് ഹിസ്ബുൾ കമാൻഡർ അലാം ഷോട്ട് ഡെഡ് ഓൺ പാകിസ്ഥാൻ ക്യാപിറ്റൽ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും അൺഐഡന്റിഫൈഡ് ഗൺമാൻ. ഇങ്ങനെ ഒരുപാട് അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള അറ്റാക്ക് പാകിസ്ഥാൻ നടന്നിട്ടുണ്ട്. ആ സമയത്ത് പാകിസ്ഥാൻ ഓഫീസറായിട്ടുള്ള ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈസ് ഇന്ത്യ ബിഹൈൻഡ് ടാർഗറ്റഡ് കില്ലിംഗ് ഇൻ പാകിസ്ഥാൻ. നമ്മൾ ഈ സിനിമയ്ക്കകത്ത് കാണിച്ചിട്ടുള്ള ഒമർ ഹമീദ്, ഇദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ലാരി ഗാങ്സ്റ്റേഴ്സ് ബീങ് യൂസ്ഡ് ബൈ റോ. ഈ കില്ലിങ്ങിന് വേണ്ടി, സീക്രട്ട് ആയിട്ടുള്ള കില്ലിങ്ങിന് വേണ്ടിയിട്ട് അൺഐഡന്റിഫൈഡ് ഗൺമാൻ എന്നും പറഞ്ഞ് പോയി കില്ല് ചെയ്യുന്നത് റോ ഏജൻസ് ആണ് ഇവരെ യൂസ് ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ ഈ ഒരു സിനിമ കാണാൻ നമുക്ക് മനസ്സിലാവും, രൺവീർ സിംഗിന്റെ ക്യാരക്ടർ ഒരു റോ ഏജന്റ് ആണ്, പുള്ളിയുടെ നേതൃത്വത്തിലാണ് ഈ കില്ലിങ് മൊത്തം നടക്കുന്നത്. അങ്ങനെ ഒരു സംഭവം യഥാർത്ഥം നടക്കുന്നുണ്ടെന്ന് പാകിസ്ഥാനിലെ ആ ഒരു കേസ് അന്വേഷിച്ച ഓഫീസർ എന്ന് പറയുന്നു. ഇനിയാണ് ഇതിനകത്തുള്ള ഈ സിനിമയ്ക്കകത്തോട്ടുള്ള മെയിൻ കാര്യങ്ങൾ വരുന്നത്. ഇതൊക്കെ നമ്മൾ ആ ഒരു അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഗൺമാന്റെ പറ്റിയാണ് പറയുന്നത്. ഉസൈർ ബലൂച്ച്, പുള്ളി സിനിമയ്ക്കകത്ത് ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. റിയൽ ആയിട്ട് നടന്നിട്ടുള്ളതാണ്. ഉസൈർ ബലൂച്ച് അറസ്റ്റഡ് ഇൻ ഇന്റർപോൾ അറ്റ് ദുബായ് എയർപോർട്ട് 2014 ഡിസംബറിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഉസൈർ ബലൂച്ചിന് ഏറ്റവും അവസാനം രൺവീർ സിംഗ് പറഞ്ഞിട്ട് ഇവനെ ഇന്ത്യൻ സ്പൈ ആക്കി മാറ്റി പിന്നെയും ജയിലിലിടും. സംഭവം നടന്നിട്ടുള്ളതാണ്, ന്യൂസ് കണ്ടില്ലേ. പിന്നെ ദാവൂദ് ഇബ്രാഹിമിന്റെ കേസിലോട്ട് വരുന്ന സമയത്ത് ദാവൂദ് ഇബ്രാഹിമിനെ അതിനകത്ത് ഒരു സ്പൈ വന്നിട്ട് നമ്മുടെ ജമാൽ ജമീലി പോയിസൺ കൊടുത്തിട്ട് പുള്ളിയെ കിടപ്പിലാക്കുന്നതാണ് സിനിമയ്ക്കകത്ത് കാണിക്കുന്നത്. ആൻഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ബിഗ് ബ്രേക്കിംഗ്, ദാവൂദ് ഇബ്രാഹിം വാസ് റിപ്പോർട്ടഡ്ലി പ്ലാനിംഗ് ടു ത്രോ എ ബിഗ് പാർട്ടി ഓൺ ഹിസ് 68th birthday. Imran Khan was also invited. The entire Pakistan was extremely excited, but unknown men spoil all their plans. As per unconfirmed reports ആണ്, ദാവൂദ് ഇബ്രാഹിം ഹാസ് ബീൻ പോയിസൺഡ് ബൈ അൺനോൺ മാൻ ജസ്റ്റ് ബിഫോർ ഹിസ് ബർത്ത്ഡേ പാർട്ടി. ഈ സംഭവം സിനിമയ്ക്കകത്ത് അതുപോലെ തന്നെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സാധനം പാകിസ്ഥാനിൽ അന്ന് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അൻവർ ഉൾ ഹക്ക് ഖക്കർ എന്ന് പറഞ്ഞിട്ടുള്ള അന്നത്തെ 2023 പാകിസ്ഥാന്റെ കെയർ ടേക്കർ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. പുള്ളിയുടെ അക്കൗണ്ടിൽ നിന്ന് ദാണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് സർക്കുലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ദാവൂദ് ഇബ്രാഹിം പാസ്ഡ് അവേ ഡ്യൂ ടു പോയിസൺ ബൈ അൺനോൺ എന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു പോസ്റ്റ് വരുന്നത്. ലേറ്റർ ഈ ഒരു പോസ്റ്റ് ഫേക്ക് ആണ്, ഇത് എഡിറ്റഡ് സ്ക്രീൻഷോട്ട് ആണ് സർക്കുലേറ്റ് ആയതെന്നും പറഞ്ഞിട്ട് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. സോ സ്റ്റിൽ നമുക്കറിയില്ല ദാവൂദ് ഇബ്രാഹിം പോയിസൺഡ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ പുള്ളി ജീവനോട് ഇരിപ്പുണ്ടോ എന്താണെന്നും നോ ഐഡിയ. അടുത്ത സിനിമയ്ക്കകത്ത് കാണിക്കുന്ന മറ്റൊരു ഇൻസിഡന്റ് ആണ് ഈ ആത്തിഖ് അഹമ്മദിന്റെ അറസ്റ്റും പുള്ളിയുടെ കൊലപാതകവും. സിനിമയ്ക്കകത്ത് അതുപോലെ തന്നെ കാണിക്കുന്നുണ്ട്. അതേ കാസ്റ്റ്, പക്ക കാസ്റ്റ് ആണ്. ഇയാളാണ് ആ വ്യക്തി, ഇവരുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി അറസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് പുള്ളി ജയിലിൽ നിന്ന് ഇറങ്ങി ലൈവായിട്ട് മീഡിയയുടെ മുന്നിൽ സംസാരിക്കുന്ന സമയത്താണ് ഒരു അൺനോൺ പേഴ്സൺ വന്നിട്ട് വെടിവെച്ച് കൊല്ലുന്നത്. XMB ആത്തിഖ് അഹമ്മദ് ബ്രദർ ഷോട്ട് ഡെഡ് ഓൺ ലൈവ് TV ഇൻ ഇന്ത്യ. ഇതിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇപ്പോഴും നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും, നമുക്കിവിടെ വെക്കാൻ പറ്റത്തില്ല, കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് കിട്ടും. അതുപോലെ തന്നെ രൺവീർ സിംഗിന്റെ കൂട്ടുകാരൻ എന്നുള്ള രീതിയിൽ സിനിമയ്ക്കകത്ത് കാണിക്കുന്ന പിന്ത, നേരത്തെ കാണിച്ച പുള്ളിയുടെ റിയൽ നെയിം റിന്ദ എന്നാണ്. പുള്ളി ഒരു ഡ്രഗ് കാരിയർ ആയിട്ടാണ് അതിനകത്ത് കാണിക്കുന്നത്. ഇവൻ മരിക്കുന്നത് പാകിസ്ഥാനി വെച്ചിട്ടാണ്, ഡ്രഗ് ഓവർഡോസ് ആണ് കാരണം. ഈ സിനിമയ്ക്കകത്തും ഏതാണ്ട് ആ ഒരു രീതി തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ അതിനകത്ത് കുറച്ച് ഫിക്ഷണൽ എലമെന്റ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സിനിമ മുന്നോട്ട് പോകണമല്ലോ. ഇതാ പറഞ്ഞത്, ഇതുപോലുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ കോർത്തിണക്കി അതിനെ ഒരു കഥയാക്കി മാറ്റിയേക്കാണ്. കണക്ഷൻ ഇല്ലാത്ത കുറെ പോയിന്റ്സിനെ കണക്ട് ചെയ്ത് ഒരു സ്റ്റോറി ആക്കി വെച്ചേക്കുന്ന ഒരു മൂവിയാണ് ഈ പറയുന്ന ദുരന്തർ. അതുപോലെ തന്നെ SP അസ്ലമും റഹ്മാൻ ദാക്കീദും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് അത് ലഹരിയിൽ യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളതാണ്. അതിന്റെ അന്ന് വന്നൊരു ന്യൂസ് ഞാൻ കാണിക്കാം. ये मैयत रहमान डकैत की है जो कराची पुलिस को 80 ഇതാണ് റിയൽ റഹ്മാൻ ദാക്കീദ്. से जायद संगीन मुकदमात में मतलूब था। रहमान डकैत की जिंदा या मुर्दा गिरफ्तारी पर हुकूमत सिंध की जानिब से 50 लाख का इनाम मुकर्रर किया गया था। ആ വെള്ളം കുടിക്കുന്ന പുള്ളിയാണ് SP അസ്ലം. इतवार और पीर की दरमियानी शब स्टील टाउन लिंक रोड के करीब SSP चौधरी असलम की टीम से फायरिंग के तबादले में रहमान अपने 3 साथियों औरंगजेब, नजीर और अकील के हमरा मारा गया। ആ ലഹരിയിലെ ആ ഒരു ഓപ്പറേഷനിൽ റഹ്മാൻ ദാക്കീത്തും കൂടെയുള്ള 3 പേരും മരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ദുരന്തർ 1-നകത്താണ് കാണിക്കുന്നത്. ദുരന്തർ 1-നകത്ത് ലവൻ ഒറ്റി കൊടുത്തിട്ട് മരിക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. SSP ईस्ट इन्वेस्टिगेशन इस बात की तस्दीक करता हुआ ये रहमान डकैत. ഇനി വേറൊരു ഇൻസിഡന്റ് പറയാം. ദുരന്തർ 1-നകത്തും ഈ കാന്തഹാർ വിമാനം റാഞ്ചിയതിനു ശേഷം അജിത് ഡോവൽ ഇവരെ കാണാൻ വേണ്ടി അകത്തോട്ട് പോയ സമയത്ത് ഭാരത് മാതാ കി എന്ന് വിളിക്കാൻ പറയുമ്പോൾ എല്ലാവരും പേടിച്ചിരിക്കുന്ന ഒരു ഇൻസിഡന്റിനെ പറ്റി സിനിമയ്ക്കകത്ത് പറയുന്നുണ്ട്. സത്യത്തിൽ അതും യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളതാണ്. അജിത് ഡോവൽ തന്നെ അതിനെപ്പറ്റി പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. मैं उनके कॉकपिट के रास्ते नीचे की लैडर से गया था और मैंने सारे के सारे
हाईजैकर्स सारे के सारे पैसेंजर्स को एड्रेस किया था और सारे के सारे पैसेंजर्स को मैंने ये कहा था, हाईजैकर्स भी वहां पर थे, कि आप लोग आजाद हैं और भारत की सरकार और भारत देश पूरा आपके साथ है और हम आप लोगों को यहाँ से सुरक्षित ले जाएंगे, है ना। उसके बाद जब मैंने उनसे कहा कि बोलिए भारत माता की जय या जय हिंद, तो उन्होंने रिस्पॉन्ड नहीं किया। मुझे इस बात का जरूर मलाल था कि ये लोग इतने डरे हुए थे और इनके अंदर में उस वक्त में एक राष्ट्रीयता की भावना जितनी होनी चाहिए जो नेचुरल था, शायद इतने समय तक कोई भी रहता तो वो होता। കണ്ടില്ലേ, അങ്ങനെ ഒരു ഇൻസിഡന്റ് റിയൽ ആയിട്ട് നടന്നതാണ്. എന്നിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു ചർച്ചയിലോട്ട് വരാം. ഈ ഒരു സിനിമയ്ക്കകത്ത് ആതിഖ് അഹമ്മദ് ഇയാള് മരിക്കുന്നത് നമ്മുടെ മേജർ ഇക്ബാൽ ടി വിയിൽ കൂടെ പാകിസ്ഥാനിൽ ഇരുന്ന് കാണുന്നുണ്ട്. പുള്ളി റിയൽ ആയിട്ട് മരിക്കുന്ന 2023 എന്നാൽ ഇലിയാസ് കശ്മീരി അല്ലെങ്കിൽ മേജർ ഇക്ബാലായിട്ട് വന്നിരിക്കുന്ന ഇലിയാസ് കശ്മീരി മരിക്കുന്നത് 2011 ഈ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. ബട്ട് ഇൻ ദുരന്തർ 2 ഇലിയാസ് കശ്മീരി ഈസ് കാഷ്വലി വാച്ചിങ് ന്യൂസ് ഓഫ് ആതിഖ് Ahmad death, not a propaganda sir, 100% റിയൽ പീക്ക് ഡീറ്റെയിലിംഗ് ബൈ ആദിത്യ ദാർ സാർ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പോസ്റ്റ് വന്നേക്കുന്നത്. ആൻഡ് വേറൊരു പോസ്റ്റോട് വായിക്കാം. മേജർ ഇക്ബാൽ ഡൈഡ് ഓൺ 2011, മറ്റേ പുള്ളി 2023 മരിക്കുന്നു. ജാവേദ് കനാനി 2016 മരിക്കുന്നു. ആൻഡ് ഡിമോണിറ്റൈസേഷൻ ഹാപ്പൺഡ് ഇൻ 2016. സിനിമയ്ക്കകത്ത് കാണിക്കാൻ ഡിമോണിറ്റൈസേഷൻ സംഭവിക്കുന്ന സമയത്ത് ഇവരെല്ലാവരും ജീവനോടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മരണം ജാവേദ് കനാനിയുടെ മാത്രമാണ്. അതിനും പ്രൂഫ് ഒന്നുമില്ല. ആദിത്യ ദാർ ലിറ്ററലി ക്രിയേറ്റഡ് എ ന്യൂ ടൈം ലൈൻ ടു പ്രൂവ് ഹിസ് പ്രൊപ്പഗണ്ട. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ആദിത്യ ദാറിന്റെ പ്രൊപ്പഗണ്ടയെ പറ്റിയൊന്നുമല്ല, ആരാണ് ഇലിയാസ് കശ്മീരി അല്ലെങ്കിൽ ആരാണ് മേജർ ഇക്ബാൽ എന്നുള്ളൊരു കാര്യമാണ്. ആദിത്യ ദാർ ഇത്രയും റെഫർ ചെയ്തൊരു വ്യക്തി ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മേ ബി പുള്ളിയുടെ കളിയായിരിക്കാം, അല്ലെങ്കിൽ മേ ബി പുള്ളിയുടെ പ്രൊപ്പഗണ്ട ആയിരിക്കാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അർജുൻ രാംപാൽ അവതരിപ്പിച്ചിട്ടുള്ള മേജർ ഇക്ബാൽ എന്ന് പറയുന്ന ക്യാരക്ടർ ഇലിയാസ് കശ്മീരിയുടെ ക്യാരക്ടർ ആണ് എന്നാണ് പറയുന്നത്. ദ ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലിയാസ് കശ്മീരിയും മേജർ ഇക്ബാലും രണ്ട് വ്യക്തികളാണ്. ഇവർ രണ്ടുപേരും സെയിം അല്ല. ഇവിടെ ആദിത്യ ദാർ ചെയ്തേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മേജർ ഇക്ബാലിനെ ആരും കണ്ടിട്ടില്ല. പുള്ളിയുടെ ഒരു ഫോട്ടോഗ്രാഫ് പോലും ഇല്ല, നിലവിലില്ല. എന്നാൽ ഇലിയാസ് കശ്മീരിയുടെ ഫോട്ടോഗ്രാഫ് ഉണ്ട്. ഇലിയാസ് കശ്മീരിയുടെ ലുക്ക് റെഫറൻസ് ആണ് ഈ പറയുന്ന മേജർ ഇക്ബാലിന് കൊടുത്തേക്കുന്നത്. ഇതാണ് ഇലിയാസ് കശ്മീരിയുടെ റിയൽ ഫോട്ടോ. ഇതേ ലുക്ക് തന്നെയാണ് സിനിമയ്ക്ക് നമ്മൾ കാണാൻ പറ്റുന്നത്. പക്ഷെ പുള്ളിയുടെ പേരെന്താണ്? മേജർ ഇക്ബാൽ എന്നാണ്. ഇനി ആരാണ് ഈ മേജർ ഇക്ബാൽ എന്ന് ഞാൻ പറയാം, അന്നേരം നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. മേജർ ഇക്ബാൽ എന്ന് പറയുന്ന പേര് ആദ്യമായിട്ട് പുറത്തു വരുന്നത് മുംബൈ അറ്റാക്കിന്റെ സ്പൈ വർക്കർ ആയിട്ടുള്ള ഡേവിഡ് ഹെഡ്ലി അമേരിക്കയിൽ അറസ്റ്റിലായ ശേഷമാണ്. പുള്ളിയുടെ വായിന്നാണ് ഈ മേജർ ഇക്ബാൽ എന്ന് പറഞ്ഞിട്ടുള്ള പേര് വരുന്നത്. ഈ മേജർ ഇക്ബാലിന് ചൗധരി ഖാൻ എന്ന് വേറൊരു പേരുണ്ട്. ഇതൊക്കെ റിയൽ നെയിം ആണോന്നും അറിയത്തില്ല. ഈ മേജർ ഇക്ബാൽ എന്ന് പറയുന്നത് ഒരു ഹാൻഡ്ലർ ആണ്. മുംബൈ അറ്റാക്കിനായിട്ടുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് അറ്റാക്ക് ചെയ്യേണ്ടത് എന്ന് നിർദ്ദേശം കൊടുത്ത ഒരു വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ ആ ഒരു സാധനങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ള, ഈ മുംബൈ അറ്റാക്ക് ഒരു വലിയൊരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് വന്ന സംഭവമാണ്. അതിനകത്തൊരു കണ്ണിയാണ് ഈ പറയുന്ന മേജർ ഇക്ബാൽ. പുള്ളി ഇപ്പോഴും ഒരു ഷാഡോ ഫിഗർ ആണ്. ഇദ്ദേഹത്തിന്റെ ഫോട്ടോഗ്രാഫോ ഒന്നും ഇല്ല, നിലവിലില്ല. ജീവനോടുണ്ടോ മരിച്ചോന്ന് പോലും അറിയില്ല. ഇനി ആരാണ് ഈ ഹെഡ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹെഡ്ലി നമ്മൾ സിനിമയ്ക്കകത്ത് കണ്ടതാണ്. 2006-2008 സമയത്ത് ഇവൻ മുംബൈയിലോട്ട് ട്രാവൽ ചെയ്യുകയും ഒരു ബിസിനസ് മാൻ എന്നുള്ള രീതിയിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഇവൻ സീക്രട്ട് ആയിട്ട് ഈ അറ്റാക്ക് ചെയ്യേണ്ട സ്ഥലങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയാണ്. എൻട്രി എക്സിറ്റ്, ഇവർക്ക് എങ്ങനെ വരാൻ പോകാം എന്നുള്ള അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ അറ്റാക്ക് നടന്ന സ്ഥലങ്ങൾ, ഒന്ന് താജ് ഹോട്ടൽ, ഒബ്രിയോ ഹോട്ടൽ, മുംബൈ CST റെയിൽവേ സ്റ്റേഷൻ, ചബാദ് ഹൗസ്, ഇവിടെ എല്ലാം ഇവ സർവ് ചെയ്തിട്ടുണ്ട്. ഈ ഹെഡ്ലി ഈ പറയുന്ന മേജർ ഇക്ബാലുമായിട്ടാണ് ലിങ്ക് ചെയ്തേക്കുന്നത്. ഇവർക്കാണ് ഈ ഒരു ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നിട്ട് അവന്മാർ അവിടുന്ന് അറ്റാക്കിന് ആളെ വിടും. ഒക്ടോബർ 3, 2009 US ചിക്കാഗോയിൽ വെച്ചിട്ട് ഇവൻ അറസ്റ്റിലാവുന്നുണ്ട് ഈ ഹെഡ്ലി. എന്നിട്ട് 2010 ഒരു പ്ലീ ഡീൽ വെക്കുകയാണ്. പ്ലീ ഡീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റസമ്മതം. അന്നേരം ശിക്ഷയിൽ കുറച്ച് ഇളവ് കിട്ടും. പക്ഷേ കാര്യങ്ങളെല്ലാം പറയണം. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഈ മേജർ ഇക്ബാലിന്റെ ഒക്കെ കാര്യം പുറത്തു വരുന്നത്, ഇവന്റെ പേര് തന്നെ പുറത്തു വരുന്നത്. സോ 2013 ഇവനെ 35 കൊല്ലത്തേക്ക് ജയിലിലിടാൻ ശിക്ഷ വിധിക്കുകയാണ്. ഇവനിപ്പോൾ US പ്രിസണിലാണ്. ഡെത്ത് സെന്റൻസ് ഒഴിവാക്കി കൊടുത്തു. ഇവൻ ഈ ഇൻവെസ്റ്റിഗേറ്റേഴ്സും ഒക്കെ ആയിട്ട് സഹകരിച്ച്, അല്ലെങ്കിൽ ഈ ഒരു ഡീല് വന്നതിന്റെ പേരിൽ. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മേജർ ഇക്ബാലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അല്ലാതെ വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. ഇനി ഈ സിനിമയ്ക്കകത്ത് പോർട്രേ ചെയ്തേക്കുന്ന ഈ ഇലിയാസ് കശ്മീരി, ഇയാൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർമർ മിലിറ്ററി കമാൻഡോ ആണ് പാകിസ്ഥാന്റെ. എന്നിട്ട് ആ സിനിമയ്ക്കകത്ത് കാണിക്കുന്ന പോലെ തന്നെ ഈ മിലിറ്റന്റ് ഗ്രൂപ്പിന്റെ കമാൻഡറായിട്ട് മാറുകയാണ്. ഇവൻ പല അറ്റാക്കുകളും പ്ലാൻ ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ കാശ്മീർ റീജിയൻസിൽ. എന്നിട്ട് 2011 US ഒരു ഡ്രോൺ സ്ട്രൈക്കിൽ പാകിസ്ഥാനിൽ ഇവൻ കൊല്ലപ്പെടുകയാണ് 2011. ഇതാണ് ഇലിയാസ് കശ്മീരി. ഈ ഇലിയാസ് കശ്മീരിയുടെ കോലവും മേജർ ഇക്ബാലിന്റെ പേരും ഇവരുടെ രണ്ടുപേരും നടത്തിയിരിക്കുന്ന ഈ കാര്യങ്ങളുടെ കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ ക്യാരക്ടറായിട്ടാണ് ആദിത്യ ദാർ ഈ ഒരു ക്യാരക്ടറിന് സിനിമയ്ക്കകത്ത് വെച്ചേക്കുന്നത്. പുള്ളിയാണ് കഥ എഴുതിയത്. ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, പുള്ളിക്ക് തോന്നിയ പോലെയാണ് ഈ പരിപാടി ചെയ്തു വെച്ചേക്കുന്നത്. ഇതിനകത്ത് കുറച്ച് സത്യങ്ങളുണ്ട്, കുറച്ചൊക്കെ പുള്ളിയുടെ ഭാവനയിൽ വിരിഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഈ സിനിമ കംപ്ലീറ്റ് റിയൽ ആണെന്ന് ചോദിച്ചാൽ അല്ല.
എന്നാൽ റിയൽ അല്ലയോ എന്ന് ചോദിച്ചാൽ ആണ്. ഇതാണ് അവസ്ഥ. ഈ ചരിത്രങ്ങളൊക്കെ അറിയാവുന്നവന്മാർക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കാം. പക്ഷെ അങ്ങനെയുള്ളവർ തന്നെ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയി പോകും. എല്ലാവരും ഈ പറയുന്ന പോലെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അറിഞ്ഞു വെച്ചോണ്ടല്ലോ. ഈ ആദിത്യനാർ എന്ന് പറയുന്ന ഇതിന്റെ റൈറ്റർ കം ഡയറക്ടർ, അവൻ ഭയങ്കരമായിട്ട് ഇതിന്റെ പുറകെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഇതിനാണ്. ഇതിന്റെ പുറകിൽ നടക്കുന്ന ഒരു ജേർണലിസ്റ്റിന് മാത്രമേ ഇതിനകത്ത് നിന്ന് നെല്ലും പതിനും തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് കുറെ വിഭാഗം ആളുകൾ ഇതൊരു പ്രൊപ്പഗണ്ട മൂവി എന്ന് പറയുന്നത്. ഞാനും ഇതിനെ പ്രൊപ്പഗണ്ട മൂവി എന്നാണ് പറയുന്നത്. ഞാൻ കുറച്ചും കൂടെ ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് എൻ്റെതായിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇതിനകത്ത്. ആ ഒരു ഡീമോണിറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ സിനിമയ്ക്കകത്ത് ഒരിടത്ത് പോലും 2 പാർട്ടിലും കോൺഗ്രസിനെ പൊക്കി വെക്കുന്ന കണ്ടിട്ടില്ല. എന്നാൽ BJP നല്ല രീതിയിൽ തന്നെ പൊക്കുന്നുണ്ട്. ഈ ഒരു ഓപ്പറേഷൻ നടത്തുന്നത് കോൺഗ്രസ്സുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. പക്ഷെ എന്നാൽ അതൊന്നും മൂവിക്കകത്ത് മെൻഷൻ ചെയ്യുന്നില്ല. ഒരു പർട്ടിക്കുലർ പാർട്ടിയെ മാത്രം ഇതിനകത്ത് എലിവേറ്റ് ചെയ്ത് അവർ കിടിലമാണെന്ന് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറച്ച് വസ്തുതകൾ വളച്ചൊടിച്ചു എന്ന് പറയുന്നില്ല, കുറച്ച് വസ്തുതകൾ പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട്. ആ കണക്ട് ചെയ്തതിനൊന്നും പ്രൂഫ് ഇല്ല. പ്രത്യേകിച്ച് ഈ ഡീമോണിറ്റൈസേഷൻ്റെ കഥ അറിയാവുന്നവർ ഒന്നുകൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അതിനെ ഇനി വളരെ മനോഹരമായിട്ട് ഒന്നുകൂടെ കണക്ട് ചെയ്യാം. അത് ഞാൻ എന്താണെന്ന് പിന്നീട് പറയാം. ആ കഥയെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചു പോകും ഇവൻ പറഞ്ഞേക്കുന്ന വളരെ ശരിയാണെന്ന്. അതിനുള്ള വകുപ്പ് ഇനിയും ഉണ്ട്. എനിക്ക് ഒന്നാമതേ പടം 4 മണിക്കൂറാണ്, അല്ലെങ്കിൽ അതോടെ പുള്ളി ഇതിനകത്ത് കുത്തി കയറ്റിയാണ്. പുള്ളി ഡീമോണിറ്റൈസേഷനായിട്ട് ബന്ധപ്പെട്ട് പറയാത്ത കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഓ മോദിജി ഇതൊക്കെ കണ്ടിട്ടാണ് സാധനം ഡീമോണിറ്റൈസ് ചെയ്തേക്കുന്നത്. സോ നമ്മുടെയൊക്കെ അറിവുകൾ വളരെ പരിമിതമാണ്. ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത് ഇതിനകത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ മാത്രമേ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളൂ. സോ എന്താണെങ്കിലും ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സിനിമയ്ക്കകത്തുള്ള റിയൽ ലൈഫ് ഇൻസിഡൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്. എന്നാൽ കൂടുതൽ കാര്യങ്ങളും ഫിക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു സിനിമയായിട്ട് കാണാൻ ശ്രമിക്കൂ. ഇതിനകത്തുള്ള ഇൻസിഡൻസ് മാത്രം റിയൽ ആയിട്ട് കാണാൻ ശ്രമിക്കൂ. ആ ഇൻസിഡൻസ് തമ്മിലുള്ള കണക്ഷൻസ് റിയൽ ആയിട്ട് കാണാൻ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാം. ഓക്കെ, സോ കൂടുതൽ ഒന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും മിസ്മാച്ച് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ വന്ന് കമന്റ് ചെയ്യണം. കാര്യം പലതരത്തിലുള്ള നോളജ് ഉള്ള ആൾക്കാരാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത്. അപ്പം നമുക്ക് അതിൽ തെറ്റുപറ്റി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് തിരുത്തണം. എന്നാലേ അതിനകത്തോട്ട് കൂടുതൽ ആഴത്തിൽ ഇറങ്ങി എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഗൈസ്. സോ കൂടുതലൊന്നും പറയുന്നില്ല, വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പൊ ശരി.